ഹലോ ഡിയേഴ്സ്. അപ്പം നമ്മൾ ഇന്ന് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ക്ലാസ് 5 സ്റ്റാൻഡേർഡ് 5 ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിലുള്ള ലാസ്റ്റത്തെ ആക്ടിവിറ്റി ആട്ടോ. ഈ സ്റ്റോറി കണ്ടോ, ദ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ ശേഷമുള്ള ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഈ ആക്ടിവിറ്റി എന്താ പറയുന്നത്, സം ഓഫ് ദി ഇവൻറ്റ്സ് ഓഫ് എ സ്റ്റോറി ആർ ഇലസ്ട്രേറ്റഡ്. എന്താണ്, കുറച്ച് സ്റ്റോറീൻ്റെ കുറച്ച് ഭാഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് താഴെ. ഡെവലപ്പ് എ സ്റ്റോറി ബേസ്ഡ് ഓൺ ദ പിക്ചേഴ്സ് ഗിവൺ. എന്താണ് ഈ സ്റ്റോറി എന്താക്കുക, ഡെവലപ്പ് ചെയ്യുക അല്ലെ. ഈ ചിത്രം തന്നിരിക്കുന്നത് ബേസ് ചെയ്തിട്ട് എന്താക്കുക, തന്നിരിക്കുന്ന ചിത്രം ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്താക്കുക, ഈ സ്റ്റോറി ഡെവലപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കൂ, ദ ലയൺ ആൻഡ് ദ മൗസ് ഷോർട്ട് സ്റ്റോറി. Years ago, once there was a lion sleeping in the forest under a big tree. A mouse who lived in the forest too started playing while moving up and down the lion's body. She also accidentally ran across the lion's nose once. എന്താ ഇയേഴ്സ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്താണ്, ഒരു ലയൺ ഫോറസ്റ്റിൽ ഒരു വലിയ മരത്തിൻ്റെ താഴെയായിട്ട് ഉറങ്ങിയായിരുന്നു അല്ലേ. ഒരു മൗസ് എന്താക്കി ആ ഫോറസ്റ്റിൽ താമസിക്കുന്നുണ്ടായിരുന്നു അല്ലേ. അവൻ കളിക്കാൻ തുടങ്ങി അല്ലേ. ലയണിൻ്റെ ബോഡീൻ്റെ മോൾ കൂടിയും താഴത്തു കൂടിയൊക്കെ ഉറങ്ങി ചാടി കളിക്കാൻ തുടങ്ങി അല്ലേ. അവളെന്താക്കി ആക്സിഡൻ്റലി ആ ലയണിൻ്റെ മൂക്കിൻ്റെ അവിടേക്ക് വന്നിരിക്കും അല്ലേ ഒരു ടൈമിൽ. അതിലെന്താക്കി ദിസ് സൂൺ അവേക്കൻ ദ ലയൺ. അതിലെന്താക്കി ലയൺ എണീറ്റു. ആൻഡ് ഹി ഹെൽഡ് ദ ലിറ്റിൽ മൗസ് ഇൻ ഹിസ് പോസ്. എന്താക്കി അത് അതിൻ്റെ കയ്യിനോട് അതിനെ പിടിച്ചു. ദ മൗസ് ബിഗാൻ ട്രംബിൾ ആസ് ഹി ന്യൂ ദാറ്റ് ദ ലയൺ വാസ് ആംഗ്രി ആൻഡ് കുഡ് കിൽ ഹിം റൈറ്റ് ദർ. അപ്പോൾ എന്താണ്, ഈ ലയൺ എന്താക്കി, ഈ ഇവന് മനസ്സിലായി എന്ത്, ക്രാറ്റിനില്ല അതെ മൗസിന് മനസ്സിലായി എന്ത്, അവനെ കൊല്ലുന്നുള്ളത് അല്ലേ. പാടെ നോക്കി എനിക്ക് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞില്ലേ. പ്ലീഡഡ് ദ ലിറ്റിൽ മൗസ്, ഫോർഗിവ് മീ ദിസ് ടൈം. ഈ പ്രാവശ്യം മാപ്പാക്കണം. ഐ ഷാൾ നെവർ റിപ്പീറ്റ് ഇറ്റ്. നീ ഒരിക്കലും ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല. ആൻഡ് ഐ ഷാൾ നെവർ ഫോർഗെറ്റ് യുവർ കൈൻഡ്നെസ്. ഹു നോസ് ഐ മേ ബി ഏബിൾ ടു ഗിവ് യു എ ഗുഡ് ചേൺ വൺ ഓഫ് ദീസ് ഡേയ്സ്. തന്നെ മാപ്പ് തരണം. എന്താണ്, എനിക്ക് നിങ്ങളുടെ ഈ കൈൻഡ്നെസ്, നിങ്ങളുടെ ദയ ഞാൻ ഒരിക്കലും മറക്കൂല. എന്താണ്, ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ഗുഡ് ടേൺ ആയിരിക്കും എന്ന് പറഞ്ഞില്ലേ. ദ ലയൺ വാസ് സംഹൗ ഇൻ എ ഗുഡ് മൂഡ്. അപ്പോൾ ലയൺ ഏതായാലും നല്ല മൂഡിലേനി അല്ലേ. ഹെൻസ് ഹി സെറ്റ് ദ മൗസ് ഫ്രീ ഫ്രം ഹിസ് പോസ്. അപ്പോൾ എന്താക്കി അവരവൻ്റെ കയ്യിൽ നിന്ന് ആ മൗസിനെ വിട്ടു. യെറ്റ് ഹി കുഡ് നോട്ട് ബി മോർ അമ്യൂസ്ഡ് ബൈ ദ ഐഡിയ ആൻഡ് ഹൗ എ ടൈനി മൗസ് കുഡ് എവർ ഹെൽപ്പ് ദ കിങ് ഓഫ് ദ ജംഗിൾ. എന്നാലും എന്താണ്, ഇവനൊരു ഐഡിയ ഇല്ല. എന്താണ്, ഒരു ടൈനി മൗസ് ഈ ജംഗിൾ കാട്ടിലുള്ള രാജാവിനെ ഒരിക്കലും ഇങ്ങനെ രക്ഷിക്കുന്നുള്ളത് അതിനൊരു ഇതും വന്നിട്ടില്ല അല്ലേ. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, ദ മൗസ് സഡൻലി ഹേർഡ് ദ റോർ ഓഫ് ദ ലയൺ. എന്താണ്, മൗസ് പെട്ടെന്നൊരു ലയണിൻ്റെ ആ അലർച്ച കേട്ടു അല്ലേ. അപ്പോൾ എന്താണ്, ഗർജനം കേട്ടു. വെൻ ഷീ വെൻ ടു ലുക്ക് അറ്റ് വാട്ട്സ് ദ മാറ്റർ. അപ്പോൾ എന്തൊക്കെ അവനെ എന്താ മാറ്റർ എന്ന് നോക്കുകയാണ് അല്ലേ. ഷീ ഫൗണ്ട് ഔട്ട് ദാറ്റ് ദ ലയൺ വാസ് ക്യാപ്ചേർഡ് ആൻഡ് ട്രാപ്ഡ് ആൻഡ് നെറ്റ് ബൈ ഹിസ് പ്രേ അല്ലേ. എന്താണ്, അവന് ഈ ലയൺ എന്താണ് ഒരു ട്രാപ്പിൽ പെട്ടിക്കുക അല്ലെ, നെറ്റിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുക. സീയിങ് ദ ലയൺ ഇൻ സച്ച് എ കണ്ടീഷൻ, ആ കണ്ടീഷനിൽ ലയണിനെ കണ്ടപ്പോൾ ഷീ ഇമ്മീഡിയറ്റ്ലി സ്റ്റേഡ് നോയിങ് ദ റോപ്സ് ഓഫ് ദ നെറ്റ് അണ്ടിൽ ഇറ്റ് ഫ്രീഡ് ദ ലയൺ. എന്താക്കി അതിനെ ആ നെറ്റൊക്കെ എന്താക്കി കടിച്ചു മുറിച്ച് ലയണിനെ ഫ്രീ ആക്കി അല്ലേ. ദ ലയൺ താങ്ക് ദ ലിറ്റിൽ മൗസ്. ലയൺ എന്താക്കി ആ മൗസിനോട് നന്ദി പറഞ്ഞു. ബട്ട് ദ മൗസ് വാസ് ഹാപ്പി ദാറ്റ് ഷീ കുഡ് ഫൈനലി റീപേ ഹെർ ഡെറ്റ് ഫോർ സ്പെയറിങ് ഹെർ ലൈഫ് വൺസ്. എന്താണ്, അപ്പം ഈ മൗസ് മൗസ് ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം എന്താണ്, മൗസിൻ്റെ ജീവൻ ഒരിക്കലും എന്താണ് വെറുതെ കിട്ടിയതാണ് അല്ലേ, രക്ഷപ്പെട്ടതാണ് ഈ ലയണിൻ്റെ കയ്യിൽ നിന്ന് അല്ലേ. അപ്പോൾ എന്താക്കി ഇത് പ്രതിപകാരം ചെയ്യാൻ അവന് കഴിഞ്ഞു അല്ലേ. സിൻസ് ദെൻ ദ ലയൺ ആൻഡ് ദ മൗസ് ബിക്കെയിം ഗുഡ് ഫ്രണ്ട്സ്. അതിന് ശേഷം എന്താക്കി ലയണും മൗസും എന്താക്കി നല്ലൊരു ഗുഡ് ഫ്രണ്ട്സായി. ആൻഡ് ദേ ലിവ്ഡ് ഹാപ്പിലി ഈവൻ ആഫ്റ്റർ. അതിന് ശേഷം എന്താക്കി അവർ നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് ആ സ്റ്റോറിയിൽ ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായില്ലേ. അപ്പോൾ യൂണിറ്റ് 2 ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.